നമസ്കാരം. വീണ്ടും ലോകം ഒരു യുദ്ധത്തിലേക്കാണ് പോകുന്നത്. അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ബാഗ്ദാദിലെ US എംബസിക്ക് നേരെ ആക്രമണമുണ്ടായി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എംബസിക്ക് സമീപം 2 മിസൈൽ ആക്രമണം നടന്നു എന്നുള്ള റിപ്പോർട്ട്, കൃത്യമായ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരുന്നു. ബാഗ്ദാദിലെ ബലാദ് വ്യോമത്താവളത്തിന് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ പുറത്തുവരുന്നുണ്ട്. നേരത്തെ ബാഗ്ദാദിലുണ്ടായ വ്യോമാക്രമണത്തിൽ ഇറാൻ പിന്തുണയുള്ള ഇറാഖ് പൗരസേനയിലെ 6 പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്. ആക്രമണം നടത്തിയത് US ആണ് എന്നുള്ള ആരോപണങ്ങൾ വൈറ്റ് ഹൗസ് നിഷേധിച്ചുവെങ്കിലും ഇറാഖ് ആ ഒരു വിഷയം US-ന് മേൽ തന്നെയാണ് കെട്ടിച്ചമയ്ക്കുന്നത്. ഇറാൻ രഹസ്യസേനാ തലവൻ ഖാസിം സുലൈമാനിയെ വധിച്ചതിന് പിന്നാലെ ബാഗ്ദാദിൽ വീണ്ടും വ്യോമാക്രമണം നടന്നിരിക്കുന്നത് ലോകത്തെ മുഴുവൻ വീണ്ടും ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ഇറാൻ രഹസ്യസേനാ തലവൻ ഖാസിം സുലൈമാനിയെ വധിച്ചതിന് പിന്നാലെ വീണ്ടും സംഘർഷഭരിതമായ സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ഇറാഖ് പിന്തുണയുള്ള ഇറാഖ് പൗരസേനയിലെ 6 പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത പശ്ചിമേഷ്യൻ അമേരിക്ക 3000 സൈനികരെ അധികമായി വിന്യസിച്ചു എന്നുള്ള വാർത്തയും കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും ഒരു വ്യോമാക്രമണ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നു. ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ഭീകരാക്രമണങ്ങളെ സൂത്രധാരനാണ് ഖാസിം സുലൈമാൻ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരുന്നത്. ഖാസിം സുലൈമാനിയെ വധിച്ചത് 24 മണിക്കൂറിനുള്ളിലാണ് എന്നും വടക്കൻ ബാഗ്ദാദിലെ പൗരസേനാംഗങ്ങളുടെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടാവുകയായിരുന്നുവെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. കൊല്ലപ്പെട്ടവരിൽ പൗരസേനാ കമാൻഡർ അടക്കം ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ബാഗ്ദാദ് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഖാസിം സുലൈമാനിയെ ഡ്രോൺ ആക്രമണത്തിലൂടെ വധിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. യുദ്ധം അവസാനിപ്പിക്കുന്നതിനാണ് സുലൈമാനിയെ വധിച്ചത് എന്നാണ് സൈനിക നടപടികൾക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നത്. ഡൽഹി മുതൽ ലണ്ടൻ വരെ വിവിധ സ്ഥലങ്ങളിലെ ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനാണ് സുലൈമാനി എന്നുള്ള ഒരു പ്രസ്താവനയും ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇറാൻ രഹസ്യസേനയുടെ പുതിയ തലവനായി ബ്രിഗേഡിയർ ജനറൽ ഇസ്മയിൽ ഖാനിയെ നിയമിക്കുകയുണ്ടായി. അമേരിക്കൻ ആക്രമണങ്ങൾക്കെതിരെ മാരകമായ പ്രതികാര നടപടി ഉണ്ടാകും എന്ന ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സംഘർഷ സാധ്യത കണ്ട് പശ്ചിമേഷ്യൻ അമേരിക്ക 3000 സൈനികരെ പുതുതായി വിന്യസിച്ചു എന്നുള്ള വാർത്ത കഴിഞ്ഞ മണിക്കൂറുകൾ പുറത്തു വന്നു. സംഘർഷ സ്ഥിതിയെ തുടർന്ന് രാജ്യാന്തര വിപണിയിൽ എണ്ണവിലയും കുതിച്ചുയരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അടുത്ത ദിവസം മുതൽ 20 ദിവസത്തേക്ക് ദോഹയിൽ നടത്താനിരുന്ന ഫുട്ബോൾ പരിശീലന ക്യാമ്പ് അമേരിക്ക ടീം റദ്ദാക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനാണ് സുലൈമാനിയെ വധിച്ചതെന്നുള്ള ഒരു ന്യായീകരണമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ എന്താണ് എന്നുള്ളത് ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു യുദ്ധമുണ്ടായാൽ അത് പിടിച്ചു നിർത്താനാകാത്ത വിധം ഭയജനിതമായ രീതിയിൽ കത്തിപ്പടരണം എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം അറബ് രാജ്യങ്ങൾ ഒട്ടാകെ US-ന് എതിരെ തിരിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ചൈനയുടെ പിന്തുണയും ഉണ്ടായാൽ പ്രശ്നങ്ങൾ എവിടെ എത്തി നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു അഭിപ്രായവും നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.